നീണ്ടകര പുത്തൻതുറ ആൽത്തറമൂട് മുതൽ നീണ്ടകര ഫിഷിംഗ് ഹാർബർ വരെയുള്ള തീരപ്രദേശത്ത് ഖനനം പൂർത്തിയാക്കി ഉടമകൾക്ക് വസ്തു വിട്ടു നൽകണമെന്ന് നീണ്ടകര തീരദേശ സമിതി ആവശ്യപ്പെട്ടു. KMML സ്ഥലം ഉടൻ ഏറ്റെടുക്കുമെന്ന കാരണത്താൽ പ്രാദേശിക ഭരണകൂടങ്ങൾ യാതൊരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല. തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നീണ്ടകര തീരദേശ സമിതി നേതാക്കൾ പറഞ്ഞു. KMML-ന്റെ ഖനന പ്രദേശമായ പുത്തൻതുറ ആൽത്തറമൂട് മുതൽ നീണ്ടകര ഫിഷിംഗ് ഹാർബർ വരെയുള്ള 840 കുടുംബങ്ങൾ താമസിക്കുന്ന തീരപ്രദേശം അടിയന്തരമായി KMML കമ്പനി ഏറ്റെടുത്ത ഖനനം പൂർത്തിയാക്കി ഉടമകൾക്ക് വസ്തു വിട്ടു നൽകണമെന്ന് നീണ്ടകര തീരദേശ സമിതി ആവശ്യപ്പെട്ടു. 30 വർഷമായി കമ്പനിയുടെ ഖനന മേഖലയായതിനാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ സഞ്ചാരയോഗ്യമായ റോഡുകളോ വഴിവിളക്കുകളോ നടപ്പാതകളോ ഇല്ലാത്ത അവസ്ഥയാണ്. കമ്പനി ഉടൻ സ്ഥലമേറ്റെടുക്കും എന്ന കാരണത്താൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും പ്രദേശത്ത് നടക്കുന്നുമില്ല. കടൽ തീരത്ത് പുലിമുട്ട് സ്ഥാപിക്കാത്തതിനാൽ കടൽ തീരം മുഴുവൻ കടലെടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ഈ സാഹചര്യത്തിൽ ഭൂവുടമകളുടെ യോഗം ചേർന്ന് അടിയന്തരമായി പ്രശ്നപരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്താനും തീരുമാനിച്ചു. പവിഴപ്പറമ്പിൽ പുഷ്പരാജൻ അധ്യക്ഷത വഹിച്ചു. ഷാൻ മുണ്ടകത്തിൽ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് G. സേതുനാഥൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ്, പഞ്ചായത്ത് അംഗം ഹെലൻ രാജൻ, പഞ്ചായത്ത് അംഗം യമുന, പ്യാരേലാൽ, റോമി പയസ്, സ്റ്റെഫി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.